ഗവർണർക്കെതിരായ കേസുകൾ നടത്തുന്നതിന് വിസിമാർ സർവകലാശാല ഫണ്ടിൽ നിന്ന് ചെലവിട്ടത് 1 കോടിയിലധികം രൂപ. കണ്ണൂർ സർവകലാശാല മുൻ വിസി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചത്. ഇതിനിടെ സർക്കാരുമായുള്ള പോരിന് ആക്കം കൂട്ടി 5 സർവകലാശാലകളിൽ കൂടി വിസിമാരെ നിയമിക്കാനുള്ള നടപടിക്രമങ്ങൾ ഗവർണർ തുടങ്ങി. വിസിമാരുടെ നിയമനങ്ങൾ അസാധുവാക്കിയതിനെതിരായ കേസുകളുടെ ചെലവ് കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. കണ്ണൂർ വി സി ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ 69 ലക്ഷം രൂപയും മുൻ കുഫോസ് വി സി ഡോക്ടർ റിജി ജോൺ 36 ലക്ഷം രൂപയും സർവകലാശാല ഫണ്ടിൽ നിന്നും കേസിനായി ചെലവഴിച്ചു. കാലിക്കറ്റ് വി സി ഡോക്ടർ എം കെ ജയരാജന് 4,25,000 രൂപയും സാങ്കേതിക സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ എം എസ് രാജശ്രീക്ക് 1.5 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. നടപടി ചട്ടവിരുദ്ധമാണെന്ന് ആരോപിച്ച് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ രംഗത്ത് വന്നു. സർക്കാർ ജീവനക്കാർക്കെതിരായ കേസുകളിൽ സ്വന്തം നിലയ്ക്ക് കേസ് നടത്തണമെന്ന ചട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ചെലവഴിച്ച പണം വിസിമാരിൽ നിന്നോ സിൻഡിക്കേറ്റിൽ നിന്നോ ഈടാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഗവർണർക്കും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ പരാതി നൽകി. അതേസമയം സർക്കാരിന്റെ എതിർപ്പ് വകവയ്ക്കാതെ വി സി നിയമനത്തിലുള്ള നടപടികൾ തകൃതിയായി നടത്തുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കണ്ണൂർ, കാലിക്കറ്റ്, കുസാറ്റ്, ഓപ്പൺ സംസ്കൃത സർവകലാശാലകളിലേക്ക് കൂടി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ഗവർണർ തീരുമാനിച്ചു. കാലാവധി ബാക്കിയുള്ളതിനാൽ ഡിജിറ്റൽ സർവകലാശാലയിൽ അടിയന്തര നിയമനമുണ്ടാകില്ല. ഗോപാൽ ശിലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.